ഇന്ന് നമ്മൾ നമ്മുടെ താഴത്തെ പറമ്പിൽ മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നമ്മൾ ഈ ഒരു മാവേന്നല്ല മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് വന്നത്, വേറെ മാവേന്നാണ്. നോക്കുമ്പോൾ ഈ മാവിൽ നിറയെ മാങ്ങ കിടക്കുന്നു. ഇത് മൂവാണ്ട മാങ്ങയാണ്, ശരിക്കും ആയിട്ടില്ല, മൂത്ത് വരുന്നതേ ഉള്ളൂ. ഈ ഒരു മാവേലും നിറയെ മാങ്ങ കിടക്കുന്നുണ്ട്. അങ്ങോട്ടുള്ള കമ്പയിലാണ് നിറയെ മാങ്ങ കിടക്കുന്നത്. അത് പറിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാനത് തോട്ടി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഉടക്കിയിട്ട് കുലുക്കി പറിക്കുവാണ് കേട്ടോ. അന്നേരം മാങ്ങയെല്ലാം താഴോട്ട് വീണിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ എൻ്റെ ക്യാമറാമാൻ റിച്ചു ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ റിച്ചു എന്താണ് പറയുന്നതെന്ന് കേട്ടോ. ഈ വീഡിയോ എടുക്കുന്ന ഏറ്റവും മെനങ്കെട്ട പണിയാ അല്ലേ അല്ലേ അമ്മ സ്റ്റിക്കിനകത്ത് വെച്ചല്ലേ എടുക്കുന്നത്? അപ്പോൾ ഞാൻ റിച്ചുവിനോട് ചോദിച്ചു, റിച്ചുവിന് ഇപ്പോഴാണോ മനസ്സിലായേ അമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നതെന്ന് റിച്ചുവിന് അറിയാവോ എന്നൊക്കെയാണ് കേട്ടോ ഞാൻ അവനോട് പിന്നെ ചോദിച്ചത്. ഈ പെയിൻറ്റിൻ്റെ ബക്കറ്റൊക്കെ എടുത്തിട്ടാണ് കേട്ടോ മാങ്ങ പറിക്കാൻ വേണ്ടി വന്നത്. പക്ഷേങ്കിലേ മാങ്ങ എത്തുന്നില്ലെന്നേ പറിക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് അത്രയും മാങ്ങ ആകെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ കയറി വരുന്ന വഴിക്ക് അതാ ചക്ക കിടക്കുന്നു. എന്നാൽ ഞാൻ ചക്ക കുത്തി പറിച്ചിട്ടേ ഉള്ളെന്നും പറഞ്ഞ് റിച്ചുവിനോട് മത്സരിച്ച് ഞാനൊരു ചക്കയൊക്കെ കുത്തി പറിച്ചു. ചക്കയൊക്കെ പറിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പണ്ടേ ഇങ്ങനെ തന്നെയാണ്. തോട്ടിയിൽ അരുവൊക്കെ കെട്ടി സമയം കളയുന്ന നേരം കൊണ്ട് ഞാൻ ഇതുപോലെ കുത്തി പറിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. എന്തായാലും ചക്ക വീഴിച്ചിട്ടേ ഞാൻ അവിടുന്ന് പോകാറുള്ളൂ. ഇതൊന്നും അല്ല രസം. ഇത്രയും കഷ്ടപ്പെട്ട് ചക്ക പറിച്ചിട്ട് അത് മേലെ വീട്ടിലെത്തിച്ചതിന് ശേഷം പൊട്ടിച്ചു നോക്കുമ്പോൾ വെറും പൊട്ട് ചക്ക.